ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഓരോ ടൊബാക്കോ പൈപ്പും വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻറി ആ ശവപ്പെട്ടി നോക്കി പറഞ്ഞു, ഏതായാലും അദ്ദേഹം ഭാഗ്യവാനാണ്, ഇതൊന്നും അറിയണ്ടല്ലോ. ബില്ല് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇപ്പം ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. അവരുദ്ദേശിക്കുന്നത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിച്ച പോലെ കാനഡയിലെ ക്ലോണ്ടൈക്കിലും സംഭവിച്ച ഗോൾഡ് റഷ് എന്ന പ്രതിഭാസമാണ്. ഗോൾഡ് തേടി ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് യാത്രയാവുന്നു. ചില ഭാഗ്യവാന്മാർക്ക് ഗോൾഡ് കിട്ടും, മറ്റു പലരും നിരാശരായി തിരിച്ചു വരും. അവരുടെ ആ ശവപ്പെട്ടിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനെന്ന് പറയുന്നത് നാട്ടിലെ ഒരു പ്രഭുവാണ്, മെക്ഫോറി എന്ന ഒരു കോട്ടയുടെ അധിപൻ. അതാണ് അവർ പറയുന്നത്, ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുള്ളൂ, ആ ഗോൾഡൊന്നും കിട്ടണ്ട, അല്ലാതെ തന്നെ സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള വഴിയുണ്ട്. എന്നാലും മനുഷ്യരുടെ അത്യാഗ്രഹം തീരില്ലല്ലോ. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ യാത്രയിൽ അദ്ദേഹത്തിന് വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്തു, ജീവൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബോഡി അവർ സംരക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകും. ഹെൻറി ഇതിനിടയിൽ ചോദിച്ചോടാ, ബില്ലേ, നമ്മളെങ്ങാനും മരിച്ചുപോയാൽ ഇങ്ങനൊരു അവസ്ഥയായിരിക്കുമോ? നമ്മൾ മരിക്കുമ്പോൾ ബോഡി മര്യാദയ്ക്ക് അടക്കുമെന്ന് തന്നെ അറിഞ്ഞൂടാ, ചെന്നായ്ക്കൾ നിന്നുകൊണ്ട് പോകാനാണ് എല്ലാ ചാൻസും.